ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സമ്മർ ഹെയർ കെയർ റുട്ടീനാണ്. ഓക്കെ, സമ്മർ സീസൺ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇത് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ സമ്മർ സീസൺ തുടങ്ങാൻ പോകുന്നുണ്ട്. 3-4 മാസത്തോളം എല്ലാവിടെയും സമ്മറാണ് സീസൺ. അപ്പോൾ ഒരുപാട് ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഹെയർ പാക്ക് ഇട്ടുകൊണ്ടേയിരുന്ന അത് മുടിയുടെ ആരോഗ്യം ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഈ സമ്മർ കഴിയണവരെ നിർത്തി വയ്ക്കാമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഹെയർ കെയർ ചെയ്യുമ്പോൾ സമ്മർ സീസണിൽ വേണ്ട ഹെയർ കെയറാണ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ്. നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഓക്കെ, പിന്നെ ബോഡിയിൽ ഇങ്ങനെ ഡ്രൈനെസ് ഒന്നും തോന്നാതെ നോക്കണം. അതായത് സ്കിന്നാണ് ഏറ്റവും ഡ്രൈ തോന്നുക. മുഖത്ത് സ്കിന്നൊക്കെ ഡ്രൈ ആവുക, ചുണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈനെസ് അധികമാവുക, അതായത് ഈ ചൂടിനെ അനുസരിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ആദ്യമായിട്ട്. അപ്പോൾ ലാർജ് പോർസൊക്കെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ഞാൻ എടുത്തു പറയാനുള്ളത്, ഈ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് സൺലൈറ്റ്, ഒരുപാട് ചൂടാണ് ഞങ്ങൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബോഡിയുടെ ടെമ്പറേച്ചറും ആ ഒരു ക്ലൈമറ്റിനനുസരിച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പൊതുവെ വെള്ളം കുടിക്കുന്നത് നോർമലി എത്ര വെള്ളം കുടിക്കണോ അതിൻ്റെ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് കെയർ ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ഒരു ശരീരം എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാ ഒരു ഗ്ലാസ് ആഡ് ചെയ്യേണ്ടത് നന്നായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തതെന്നായി പറയാനുള്ളത് ഫ്രൂട്ട്സ്. എല്ലാം ഈ ലിക്വിഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വാട്ടർ കണ്ടൻറ്റ് അധികമായിട്ടുള്ളത്, അതായത് കുക്കുംബർ ആവാം, പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുക്കുംബർ ആവാം, പിന്നെ വാട്ടർ മെലൺ ആവാം, പിന്നെ മസ്ക് മെലൺ എന്ന് പറയില്ല അത്, പിന്നെ നന്നായിട്ട് ഇത് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ആംല ജ്യൂസ് എടുക്കാം. പിന്നെ എന്ന് പറയാനുള്ളത് പുതിനയുടെയും ജ്യൂസ് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് കോൺകോക്ഷൻ പോലെ ഉണ്ടാക്കി കുടിക്കാറും ഉണ്ട്. ആ ഒരു ശീലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അതും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും കഴിക്കാൻ നോക്കുക, എല്ലാ ടൈപ്പ് വിറ്റമിൻസ് ഉള്ളത്. ഓക്കെ, അത് നന്നായിരിക്കും. പിന്നെ രക്തം കുറവുള്ളവർ ഏറെ ശ്രദ്ധിക്കേണ്ടത് ഡാർക്കായിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ്. അതായത് പോമോഗ്രാനൈറ്റ് ആവാം, പ്ലം ആവാം, ആപ്പിൾ ആവാം. ഓക്കെ, വെജിറ്റബിൾസിൽ ഗ്രീൻ ലീഫി വെജിറ്റബിളിൽ പിന്നെ സൂപ്പായിട്ട് കുടിക്കാം, അതായത് പാലക് സൂപ്പ്, പിന്നെ വേറെ മുരിങ്ങ ഇലയുടെ സൂപ്പ്. ഇപ്പോൾ നല്ല ഒരു അത് ആൻറ്റി ഓക്സിഡൻ്റാണ്. ഓക്കെ, ബാക്ടീരിയാസ് ഒന്നും വരാണ്ട് ഞങ്ങളുടെ ഒരു ബോഡി സംരക്ഷിക്കുന്നതാണ്. ഓക്കെ, മുരിങ്ങ ഇല ഞങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ മുരിങ്ങ ഇലയുടെ സൂപ്പായിട്ടും കുടിക്കാം. ഓക്കെ, പിന്നെ മുരിങ്ങ ഇല വെച്ചിട്ട് കറി ഉണ്ടാക്കിയും കഴിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ മുരിങ്ങ ഇലയുടെ ജ്യൂസ് എന്ന് പറയും, പക്ഷേ ഇതുവരെ ഞാൻ ജ്യൂസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ
അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മുരിങ്ങ ഇല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിലൊരുപാട് മിനറൽസും വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രിയൻറ്റ് സാധനം തന്നെയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നോർമലി പറയുമ്പോൾ അതാണ്. നിങ്ങൾക്ക് ചുവന്ന ചീര, അതായത് റെഡിഷ് കളറായിട്ടുള്ളത്, ഡാർക്കായിട്ടുള്ള ഒരു സ്പിനാച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് കറിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അത് ബ്ലഡ് സംബന്ധിച്ചിടത്തോളം, അതായത് ബ്ലഡ് കുറഞ്ഞാൽ തലക്കറക്കം ഉണ്ടാവും, പിന്നെ ബോഡിയിൽ എപ്പോഴും ക്ഷീണിച്ചതുണ്ടാവും, പിന്നെ എനർജറ്റിക്കായിട്ട് ഉണ്ടാവാൻ പറ്റാറില്ല. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് ഞങ്ങളുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടാനും, പിന്നെ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നത് നല്ലതാണ്. ഓക്കെ, മുടിയുടെ ആരോഗ്യത്തിനും ആ സോഫ്റ്റ്നെസ്സും മുടിയുടെ പ്രശ്നങ്ങളൊക്കെ കുറവാക്കാൻ ഉള്ളിൽ നിന്ന് എടുക്കുന്നതിലൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും. പിന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക്, അതായത് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഈ സമ്മറിൽ. പക്ഷെ അവോയ്ഡ് ചെയ്യേണ്ടത് ഹാർഷായിട്ടുള്ള സണ്ണാണ്. അതായത് 12 മണി ഇല്ലെങ്കിൽ 11 മണി തൊട്ടിട്ട് ഒരു 3-4 മണി വരെയുള്ള ഒരു വെയിലത്തൊന്നും പോവാണ്ടിരിക്കുക. പോവാണ് പക്ഷത്തിൽ തന്നെ നിങ്ങൾ അംബ്രല്ല ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സ്കാർഫ് കെട്ടിയിട്ട് പോവാം. പിന്നെ ജസ്റ്റ് ഇങ്ങനെ മാസ്ക് ഇടണ പോലെ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, മുടിയും നന്നായിട്ട് പിന്നിട്ട് പോവാവുന്നതാണ്. ഒരുപാടൊന്നും ഇങ്ങനെ ഓപ്പൺ വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താവും എന്ന് വെച്ചാൽ റഫ്നെസ് ആവും, പിന്നെ അതിലൊന്നും എണ്ണമയം ഇല്ലാണ്ട് ഡ്രൈനെസ് ആവും, പിന്നെ ഒരുപാട് സ്മെല്ല് വരും, സ്വെറ്റാണ് അധികമായിട്ട് വരിക ഈ വെയിൽ കാലത്ത്. അപ്പോൾ എന്താവും എന്ന് വെച്ചാൽ പതിയെ പോലെ ഈ സ്പ്ലിറ്റ് എൻഡ്സ് അധികമായിട്ട് മുടിയൊക്കെ വീക്കാവും. ഓക്കെ, ഒരുപാട് ഹാർഷ് സൺ കൊണ്ടാൽ തന്നെ. അപ്പോൾ സൂക്ഷിച്ച് വേണം ഞങ്ങൾക്ക് മുടി പിന്നെ സ്കിൻ കെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാനുള്ളത്, നോർമലായിട്ട് എണ്ണ തേച്ചിട്ട് ജസ്റ്റ് 20 മിനിറ്റ്സോളം വിട്ടിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ സ്വെറ്റും പിന്നെ ഇങ്ങനത്തെ ഈ സ്കാൽപ്പിലൊക്കെ സ്വെറ്റ്നെസ്സും ബോഡിയിലൊക്കെ സ്വെറ്റ് ഒരുപാട് ഫേസ് ചെയ്യുന്നവർക്ക് നന്നായി വെള്ളം കുടിക്കുക. ഓക്കെ, നല്ല എല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം ഭക്ഷണത്തിനും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ നോക്കുക. അപ്പോൾ ചൂട് ഒരു നോർമലി ചൂട് തോന്നിയാൽ ആ ഒരു ടെമ്പറേച്ചർ, ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, തലയൊട്ടിയിൽ എണ്ണ ഇല്ലെങ്കിൽ തലയിൽ എണ്ണ തേക്കുമ്പോൾ തന്നെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നോർമലി നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഒരുപാടൊന്നും ഹോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എണ്ണ അത് അടിയും കൂടിയിട്ട് സ്വെറ്റ് കൂടെ മിക്സായിട്ട് എല്ലാ താരൻ ഉള്ള പ്രശ്നങ്ങൾ അത് മൾട്ടിപ്ലൈ ആവുന്ന ചാൻസസ് ഉണ്ട്. അപ്പോൾ നീറ്റായി മുടി ഉണക്കിയിട്ട് കെയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പുക കൊള്ളിക്കാവുന്നതാണ് നിങ്ങളുടെ മുടിക്ക്. ഓക്കെ, നോക്കിയിട്ട് വേണമെങ്കിൽ പുക കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ സ്വെറ്റ്നെസ് തോന്നും അപ്പോൾ ഒക്കെ പുക കൊള്ളിച്ച് നോക്കുന്നതാണ്. പിന്നെ ഇൻഫെക്ഷൻസ് വരാതെ നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതിൽ ഈ സമ്മർ സീസണിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെയർ പാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ടെന്ന് വെച്ചാൽ തൈര് ഉപയോഗിക്കാം. ഓക്കെ, തൈര് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സോളം നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായി മസാജ് ചെയ്തിട്ട് 15 മിനിറ്റ്സോളം വിട്ടിട്ട് ജസ്റ്റ് പ്ലെയിൻ വാട്ടർ, നോർമൽ വാട്ടറിൽ
വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് വേപ്പിലയുടെ ഒരു വെള്ളം. ഓക്കെ, വേപ്പിലയുടെ ഒരു വെള്ളം, അത് ഹെയർ റിൻസായിട്ട് ഉപയോഗിക്കാം, മുടി കഴുകാൻ. ഓക്കെ, അത് നന്നായിട്ട് ഉപയോഗിച്ച് വരാവുന്നതാണ്. പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സമ്മർ സീസണിൽ. പിന്നെ ഇനി ഹെയർ കെയർ എടുക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഹെയർ സ്പ്രേ പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് കറ്റാർ വാഴ പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ജസ്റ്റ് ലിക്വിഡ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഹെയറിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന്, ഇല്ലെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, കുറച്ച് കറ്റാർ വാഴ, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം, അതൊക്കെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കഞ്ഞിവെള്ളവും അത്ര തന്നെ. കഞ്ഞിവെള്ളം ജസ്റ്റ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് തോന്നുമോ, മുടിയൊക്കെ കുറവുണ്ടെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് നന്നായി ജസ്റ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മുടി സംരക്ഷിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായി പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റീം കൊള്ളിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 തവണ നിങ്ങൾക്ക് ടവൽ വെച്ചിട്ട് ടവൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ മുടി, അതായത് പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ ആവി പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുടിയുടെ ഇങ്ങനെ ചൂടേൽപ്പിക്കുക. ഓക്കെ, അത് കുറച്ച് ദൂരത്തിൽ നിന്നാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ ചൂടെടുക്കാവുന്നതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ. ഓക്കെ, അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നോർമലി ഇങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ച് തരാം വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുടിയുടെയൊക്കെ വേർപ്പെടുത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ജസ്റ്റ് ലൈറ്റ് മസാജാണ് വേണ്ടത്. ഓക്കെ, സ്കാൽപ്പിൽ ലൈറ്റ് മസാജ് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് 10 മിനിറ്റ്, മാക്സ് ടു മാക്സ് 15 മിനിറ്റ്സ് മതിയാവുന്നതാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് മുടിയിൽ അതന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുക കൊള്ളിക്കാവുന്നതാണ്. പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തെടുക്കാം. അതായത് ആഴ്ചയിൽ ഒരു 2 തവണ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് മുടിയിലത്തെ എല്ലാം ചിക്ക് വിടർത്തിയിട്ട് നീറ്റായി കെട്ടി വയ്ക്കുക. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഈ ഒരു സമ്മർ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ സമ്മർ തീരുന്നവരെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അഡീഷണലായി ഉപയോഗിക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവയുടെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ട് അത് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബോഡിയുടെ ടെമ്പറേച്ചറും മുടിയിൽ ചൂട് ഏൽക്കിയാൽ, അതായത് സ്കാൽപ്പിൽ ഒരുപാട് ചൂടാവുന്നു എന്ന് പറയുമ്പോൾ അത് ചൂട് നോർമലി ബാലൻസ് ചെയ്യാൻ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സ്ട്രാ കെയർ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ ഇൻടേക്കാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇൻറ്റർണൽ ആയിട്ട് നിങ്ങൾ എന്തൊക്കെ എടുക്കണോ അതൊക്കെ മുടിയുടെ പ്രശ്നങ്ങൾ മാറാനും മുടിയുടെ ലെങ്ത്തൊക്കെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ട് വരാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് താങ്ക്സ്. പിന്നെ 2-3 പേര് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോസ് തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുവരെ
സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ഒരു സമ്മർ ഹെയർ കെയർ റുട്ടീന് നിങ്ങൾക്ക് റെഗുലർ എവറി സമ്മർ ചെയ്തെടുക്കാവുന്നതാണ്, ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. നോർമലി വെയിൽ കാലത്തെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുടി എക്സ്ട്രാ ഹെൽത്ത് കെയർ എടുക്കാവുന്നതാണ്. ഓക്കെ, അത് നോർമലി മുടി വളർച്ച ഉണ്ടാവുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ ഒന്നും ഞങ്ങൾക്ക് അതിനു വേണ്ടിയൊന്നും ടൈം സ്പെൻഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നോർമലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കെയർ എടുത്താൽ തന്നെ നിങ്ങളുടെ മുടി വളർത്തി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആവുന്നത്ര. പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.